ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ചേർത്തലയിലെ സഭാ ആസ്ഥാനത്തെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPക്ക് സ്വീകരണം നൽകി. ഞങ്ങളുടെ സഹോദരിമാരുടെ വേദനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളൊത്താണെന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകി. ഇന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ജയിൽ വിമുക്തരാക്കുവാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും നിങ്ങളെ മാധ്യമപ്രവർത്തകരോടും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ള അഗൈതമായ നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. തുടർന്നും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കുറ്റവിമുക്തരാക്കിയുള്ള പൂർണ്ണമായിട്ടും അവരുടെ കുറ്റം അവരിൽ നിന്ന് വിമുക്തരാക്കണം എന്നുള്ളൊരു അപേക്ഷയും ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ഞങ്ങളുടെ ഒരു തീവ്രമായ ആഗ്രഹമാണ്. അത് ഞങ്ങൾ ഈ നിമിഷം നിങ്ങളെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രണ്ട് സഹോദരിമാരും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത സഹോദരിമാണ്. സേവനം 10 വർഷം പ്രീതി മേരി നമ്മുടെ SH സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ്. അതുപോലെ തന്നെ സിസ്റ്റർ വന്ദനയും അവിടെ തന്നെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തതാണ്. നമ്മുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ചേർത്തലയിൽ സഭാ ആസ്ഥാനത്തെത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രത്യേക അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സെബസ്റ്റീന, സിസ്റ്റർ അലക്സ് ഫ്രാൻസിസ്, സിസ്റ്റർ സീന ഫ്രാൻസിസ് തുടങ്ങിയവർ ചേർന്ന് KCയെ മധുരം നൽകി സ്വീകരിച്ചു. അറസ്റ്റിനെതിരെയും ജാമ്യ നിഷേധത്തിനെതിരെയും KC വേണുഗോപാൽ നടത്തിയ പ്രവർത്തനങ്ങളെ സിസ്റ്റർമാർ അഭിനന്ദിച്ചു. സിസ്റ്റർമാർക്കെതിരെ എടുത്ത കള്ളക്കേസ് ഉടൻ ക്യാൻസൽ ചെയ്യണമെന്നും സിസ്റ്റർമാരെ ആക്രമിച്ച ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ അടിയന്തരമായി കേസെടുക്കണമെന്നും KC പറഞ്ഞു. KPCC സെക്രട്ടറി S. ശരത്, KC ആന്റണി, R. ശശിധരൻ, CD ശങ്കർ, N. ശ്രീകുമാർ, സജി കുര്യാക്കോസ്, മാത്യു കൊല്ലേലിൽ, G. സോമകുമാർ, KS അഷ്റഫ് തുടങ്ങിയവർ KCക്കൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ നാൾ വഴികളിലേക്ക് നമ്മളൊന്ന് പോയാൽ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അംഗീകാരത്തോടു കൂടി, അതായത് രക്ഷിതകർത്താക്കളുടെ സമ്മതത്തോടു കൂടിയിട്ട് 3 പേരെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് അവരെ മോശമായി പെരുമാറി, അവരെ കയ്യേറ്റം ചെയ്തു. ബജരംഗദൾ പ്രവർത്തകർ അവിടെ കാട്ടിക്കൂട്ടിയത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ആക്രോശങ്ങളായിരുന്നു. അവർക്കെതിരെ കേസെടുക്കുന്നതിന് പകരം, ഇവരെ ഉപദ്രവിച്ചവരെക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ഇവരെ കേസെടുത്ത് ജയിലിലടക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടു, നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ മതി, എങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരായി കേസ് കേസ് ഉണ്ടാകേണ്ടത് കന്യാസ്ത്രീ സഹോദരിമാരെയും ആ ഛത്തീസ്ഗഡിലെ 3 പാവങ്ങളെയും ഉപദ്രവിച്ച ബജരംഗദൾ പ്രവർത്തകർക്കെതിരാണ് കേസെടുക്കേണ്ടിയിരുന്നത്. നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ, നിയമത്തിൻ്റെ വഴിക്കല്ല പോയത്. നിയമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പോയത്. ഒരു പാവപ്പെട്ട സഹോദരിയെ കൊണ്ട് അന്ന് മൊഴി മാറ്റിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവർ പിന്നീട് പറഞ്ഞു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വരട്ടിയിട്ടാണ് ഞങ്ങൾ മൊഴി മാറ്റിയത്, ഞങ്ങൾ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് കന്യാസ്ത്രീകളോടൊപ്പം പോയതെന്ന് അവർ പറയുണ്ടായി. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട്, മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയ അവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാകാത്തത്?